അഞ്ചുകരമുള്ളവനും കവിമാതാവും ജഗത്തിൽ തുണക്കേടം കടൽ വർണ്ണൻ താൻ പഞ്ചഭൂതി തെളിവാനായി ഗുരുവാദം ഞാൻ നെഞ്ചകത്തങ്ങിരി പൊഴുതും കരുതി നിന്നെൻ ചെന്നുടന ബാലിയെ പോർ വിളിച്ചിടുക കൊന്നുകളവൽ ഗുരുവാണവില്ലാണ് ഞാൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിത്ത് കുകോട് നാരായണ. അപ്പോൾ ഇതുവരെ നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ ചെറുപ്പകാലം തൊട്ട് ഇങ്ങോട്ടുള്ള ഒരുപാട് വിശേഷങ്ങളാണ് പറഞ്ഞു വന്നത്. അപ്പോൾ അതിനിടെയാണ് കളിയാട്ടത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു വന്നു, ബാലി തെയ്യത്തെക്കുറിച്ച് പറഞ്ഞു വന്നു. അതങ്ങനെ പറഞ്ഞപ്പോഴാണ് കളിയാട്ടം എന്ന സിനിമയെക്കുറിച്ച് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. നാരായണൻ്റെ ആ ഒരു അനുഭവം ഒന്ന് കേട്ടാൽ കൊള്ളാവുന്നുണ്ട്. കളിയാട്ടം എന്ന സിനിമയിൽ എങ്ങനെയാണ് എത്തിപ്പെട്ടത്? കളിയാട്ടം സിനിമയിൽ എത്തിപ്പെട്ടെന്ന് പറഞ്ഞാൽ നമ്മളെ കൈതപ്പുറം ദാമോദരനും പിന്നെ വയലപ്പുറ ഒരു കണ്ണപ്പുറ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അവരാ തെയ്യത്തിൻ്റെ എല്ലാ ചാർജ് ഏറ്റെടുത്തിന്. അത് ശരി. അപ്പോൾ ഇങ്ങനെ തെയ്യം വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു 11 പേരുടെ തെയ്യം വേണം അതിൻ്റെ അകത്ത് അവതരിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് നമ്മളെ കൂട്ടിയിട്ട് പോകുന്നത്. അത് ശരി. പിന്നെ തീച്ചാമണ്ടിയുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മളെല്ലാറ്റിനും നമ്മളെ സഹകരിച്ചിട്ട് തന്നെ ഉണ്ട്. എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യലും പിടിക്കലും നമ്മൾക്ക് തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ് പിന്നെ 11 വീരൻ്റെ ആ പാട്ട് സീനിൽ നമ്മളെ തോറ്റം ആദ്യം അവതരിപ്പിച്ചു. തോറ്റത്തിന് ശേഷം തെയ്യും. അതതിന്റെ ആ ഒരു അനുഷ്ഠാനം പോലെ ചെയ്തിന്. ക്ഷേത്രം ഉണ്ടാക്കിയിട്ട് ചെയ്യുന്നത്. ക്ഷേത്രത്തിന്റെ അവര് പ്രത്യേകിച്ച് ക്ഷേത്രം തന്നെ ഉണ്ടാക്കിയത്. സെറ്റ് ഇട്ടെന്ന് വെച്ചാൽ ക്ഷേത്രത്തിന്റെ അത് ചെമ്പടിച്ച പോലത്തെ ഒരു ക്ഷേത്രം തന്നെ ഉണ്ടാക്കി അതിൻ്റെ സെറ്റ്. നമ്മള് അവര് ചോദിച്ചു ഇങ്ങനെ നമ്മൾ ഇതിന്റെ വടക്കേം ഭാഗം എന്ന് പറഞ്ഞൊരു കോത്തിരിയൊക്കെ വെച്ച സാധനം ഉണ്ടല്ലോ. അപ്പൊ അത് പിന്നെ എങ്ങനെ നിങ്ങൾ ചെയ്യാറെന്ന് വെച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിങ്ങനെ പിന്നെ തറ കെട്ടിയിട്ടാണ് ആക്കുന്നത്. അപ്പോൾ അവർ ഉടനെ കരിങ്കല്ലിനെ കൊണ്ട് തറ കെട്ടി അപ്പോൾ അതിന് വെള്ള തുണി മറിച്ച് അതൊക്കെ റെഡിയാക്കിയിട്ട് കോത്തിരിയൊക്കെ അതിൻ്റെ ഉള്ളിൽ പിന്നെ മണലൊക്കെ ഫില്ല് ചെയ്തിട്ടാണ് അതിൻ്റെ തറയെ പോലെ ആക്കി. അപ്പോൾ അതിൻ്റെ അകത്ത് കോത്തിരിലും വെച്ച് അങ്ങനെ ഇങ്ങനെയാണോ 11 പേരുടെ തെയ്യം നമ്മൾ സാധാരണ അവതരിപ്പിക്കല് അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ആ പരിപാടി അവതരിപ്പിച്ചത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഫോട്ടോയിൽ ഫേസ് ചെയ്യില്ല, നിങ്ങൾ ക്യാമറയ്ക്ക് ഫേസ് ചെയ്യില്ല, നിങ്ങൾ എടുക്കേണ്ടത് എടുത്തോളാം. ഞങ്ങൾ ആ തെയ്യത്തിന്റെ അത് കൃത്യമായിട്ട് അതുപോലെയൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെയാണ് ആ 11 പേരുടെ ആ ഒരു ഇത് ഫുള്ളായിട്ട് എടുത്തത്. പിന്നെ ഒരു ഗുളികൻ്റെ അതാന്നുണ്ടായിരുന്നു. ഗുളികൻ്റെ തെയ്യം പിന്നെ അത് പിന്നെ പറഞ്ഞു അതിന് പാറയുടെ മുകളിൽ താഴോട്ട് പോകുന്നത്. ഇത് ആദ്യം എന്നോട് അതൊന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഗുളികൻ ഇങ്ങനെ ഓടി വന്ന് അതിനൊരു കുറച്ച് കലാശാലം തുള്ളിയിട്ടാകുമ്പോൾ ആ താഴേക്ക് ഓടിപ്പോയിട്ട് അവിടെ എടുത്ത് തുള്ളുന്നുണ്ട്. അതിന് താഴെ ഒരു സ്റ്റെപ്പ് ഉണ്ട്, ആ സ്റ്റെപ്പിലേക്ക് തുള്ളണമെന്ന് പറഞ്ഞു. മലേൻ്റെ മുകളിൽ നിന്നാണ്, വലിയ പാറേൻ്റെ മുകളിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ ആദ്യം എടുത്തപ്പോൾ അവർ ട്രയലാന്ന് പറഞ്ഞു. അപ്പോൾ എത്ര ദൂരെ നിന്നാണ് നിങ്ങൾ ഇങ്ങനെ ഓടി വരുന്നത്? ഒരു പിന്നെ 10-15 മീറ്റർ അങ്ങനെ ഇങ്ങോട്ടാണ് വരുന്നത്. ഓടി വന്ന് അവിടുന്ന് കുറച്ച് ഗുളികൻ്റെ ഒരു ആക്ഷനിലൊക്കെ കാണിച്ച് അപ്പോൾ എടുത്തിട്ട് പിന്നെ ഓടിപ്പോയിട്ട് അങ്ങ് താലോട്ട് തുള്ളുന്ന രംഗമാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓടി വരുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഓടി വന്നതൊക്കെ കറക്റ്റായിരുന്നു. പക്ഷെ അവരത് മലയുടെ ആ മുകളിൽ നിന്ന് താഴേക്ക് പിന്നെ പക്ഷെ രംഗം നമ്മൾ അറിയുന്നില്ലല്ലോ, വീഴുന്ന രംഗം നമ്മൾ അറിയുന്നില്ല. പക്ഷെ എന്നോട് പറഞ്ഞു അവിടുന്ന് തെയ്യം ഇങ്ങനെ വന്ന് അവിടുന്ന് കുറച്ച് ആക്ഷൻ ആക്കിയിട്ട് താഴോട്ട് ഇങ്ങനെ അവിടെ തുള്ളിയിട്ട് അവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതുപോലെ തന്നെ ചെയ്തു, അത് റെഡിയായി ചെയ്തു. പക്ഷെ അത് അവർ ട്രയലാക്കി വിട്ടു. പിന്നെ വീണ്ടും എന്നെ കൊണ്ടുപോയി ചെയ്യിപ്പിച്ചു. അപ്പോൾ ആദ്യം ചെയ്ത പോലെ ആവില്ല, പിന്നെ രണ്ടാമത് എന്തായാലും ആ ഒരിക്കലും ആവില്ല. ചിലൊന്ന് ഈ പാറയുടെ മുകളിൽ പാളയും വെച്ചിട്ട് ഓടുന്നല്ലേ, മുഖപ്പാളിയും വെച്ചിട്ട് ഓടുന്നതല്ലേ. അപ്പോൾ രണ്ടാമത് എടുത്തു, അതും കുറച്ചും കൂടി ശരിയായില്ല എന്ന് പറഞ്ഞു. പിന്നെ മൂന്നാമത് തന്നെ എടുപ്പിച്ചു. 3 പ്രാവശ്യം എടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞു അതിനെ കൊണ്ട് സമാപ്തിയായിക്കോന്ന് പറഞ്ഞു. പിന്നെ അവർ രണ്ടാമത് ആ തുള്ളി. പിന്നെ ഞാൻ ഈ സിനിമ കാണുമ്പോൾ ഈ സംഭവം എനിക്ക് ഓർമ്മ വരുന്നത്. എൻ്റെ അമ്മ ഇതെന്നാ സംഭവം, നമ്മൾ ഈ മലേൻ്റെ മുകളിൽ ശരിക്കും താഴോട്ട് വീഴുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഓരോ പീസായിട്ട് ചിലമ്പ് ഒരു ഭാഗത്തേക്ക് പോകുന്നു, മുഖപ്പാട് ഒരു ഭാഗത്തേക്ക് പോകുന്നു, ബോഡി ഒരു ഭാഗത്തേക്ക് പോകുന്നു. അപ്പം അങ്ങനെ അത് അതിൻ്റെ അകത്ത് കാണുന്നു. പിന്നെ രണ്ടാമത്തെ രംഗം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ അവസാനത്തെ രംഗമാണ് കണ്ടനാറുകളിനകത്ത് തെയ്യം. ഇപ്പോൾ തീയിലേക്ക് പോകുന്ന ആ ഒരു രംഗമാണ്. അപ്പോൾ അത് പിന്നെ അതിൻ്റെ രീതിക്ക് തന്നെ തീയൊക്കെ ആക്കി നമ്മൾ പിന്നെ അതിനെ മൊത്തലെഴുതി അല്ല തയ്യാറാക്കി. അവിടുന്ന് ആദ്യമായിട്ട് കാണുന്നത്? അവിടുന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. പരിചയപ്പെടുക പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇയാളാണ് ഇന്നാളാന്ന് പറഞ്ഞു, ഇങ്ങനെ തെയ്യ 11 പേരുടെ ഇത് കെട്ടിയാളാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പിന്നെ മുഖത്ത് എഴുതണം. അപ്പോൾ ക്ലീൻ ഷേവായി. അപ്പോൾ പറഞ്ഞു ശരി മേക്ക് രോമം പഠിക്കണമെന്നു. എൻ്റെ പുരുഷത്വം കളിയല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല, നമുക്കത് മേക്ക് അതിൻ്റെ പാമ്പിനെ വരക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ അവസാനം അത്
ക്ലിയർ ആക്കി എടുത്തു, സമ്മതിച്ച്. അങ്ങനെ മുഖത്തെഴുതി വെച്ച് കെട്ടി. അപ്പോൾ വെച്ച് കെട്ടുന്ന സമയത്ത് തന്നെ നമ്മളതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതല്ല അതിൻ്റെ അയക്കുന്ന ചിട്ടപ്രകാരം തന്നെ നമ്മളവർ തെയ്യക്കാരനെ എങ്ങനെയാണോ നമ്മൾ തെയ്യത്തിലേക്ക് കൊണ്ടുവരുന്നത്, പക്ഷെ അതിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ മൂപ്പർ അത് കൃത്യമായിട്ട് അതുപോലെ തന്നെ പാലിച്ചുകൊണ്ട് തന്നെ. ഇപ്പം നമ്മളിപ്പം പറ്റുംപാടും ഇതെല്ലാം കെട്ടുമ്പോൾ അത് നമ്മൾ തൊട്ട് വന്നിച്ചിട്ടേ കിട്ടും. നമ്മൾ കെട്ടുമ്പോൾ അങ്ങനെ അത് നമ്മൾ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതുപോലെ തന്നെ അതൊക്കെ തൊട്ട് വന്നിച്ച് അത് കൃത്യമായിട്ടാണ് അതെല്ലാം ചെയ്തിന്. അപ്പോൾ തെയ്യം കഴിഞ്ഞ് വന്ന് ഇപ്പോൾ രണ്ടാമതൊരു സ്നാപ്പ് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ജയരാജ് വന്നിട്ട് പറഞ്ഞു ആയിട്ടില്ല, ഒന്നും കൂടി എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, അല്ല ഇവരോട് പറഞ്ഞു, എനിക്കറിയില്ല ഇവിടെ ഒരു സാധനം വെച്ചിട്ടുണ്ട്, ഈ മുടീൻ്റെ ഇത് മുടി ഉറപ്പിക്കുന്ന ഒരു സാധനം ഉണ്ട്, മകിടം എന്നൊരു സാധനം ഉണ്ട്, അത് നമ്മൾ ചുറ്റിയിട്ട് തലക്കിങ്ങനെ ഉറപ്പിക്കലാണ്. അപ്പോൾ അത് ഉറപ്പിച്ച് കഴിഞ്ഞാൽ മുടിയാടെ നിൽക്കൂല. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞു, ഇവിടെ ഒരു സാധനം വെച്ചിട്ടുണ്ട്, അത് എനിക്കതിനെപ്പറ്റി അറിയില്ല, എനിക്കേ അറിയില്ലെന്ന്. അല്ലല്ലോ പിന്നെ ഈ 10 മിനിറ്റ് എന്നിട്ട് അവസാനം ആ സ്നേഹം എടുത്തു. അപ്പോൾ അത് ആ തീയിലെ കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ഒരു രംഗമാണ്. തീനെ നിറക്കി കൂടെ ഓടുന്ന പോലെ രംഗം. അങ്ങനെ അത് 2 വിഭാഗമായിട്ട് തീ ഇട്ടു, 2 ഭാഗത്തായിട്ട് തീ ഇട്ടു. അതിന് നടുക്കേ കൂടെ മൂപ്പര് ഓടുന്ന അതിൽ കൂടെ ലോങ് കാണുമ്പോൾ നമ്മൾ തീൻ്റെ അകത്തേ കൂടെ ഓടുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. അത് അതിൻ്റെ അവരെ എഡിറ്റിംഗില്ലാതെ അതിൻ്റെ ശരിയായത്. അതെ അതെ അതെ. അപ്പോൾ അത് വളരെ പിന്നെ നമുക്കതിൻ്റെ നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം കഴിയുമ്പോൾ ഇത് ഞങ്ങൾ ഇത് ചെയ്തത് തന്നെയാണെന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകുന്ന ഒരു സംഭവത്തിലേക്കാണ് അതിൻ്റെ എഡിറ്റിംഗ് വന്നത്. അപ്പോൾ എല്ലാം കൂടെ മൊത്തത്തിൽ നല്ലൊരു അഭിപ്രായം. അതോടുകൂടി നമുക്കൊരു പേര് വന്നു, കളിയാട്ടം നാരായണെന്നുള്ളൊരു പേരും. അതിനിടയിൽ വീണ്ടും ചോദിക്കട്ടെ, മുഖത്തെഴുത്ത് സുരേഷ് ഗോപി എന്ന ആ വലിയ കലാകാരനെ മുഖത്തെഴുത്ത് നടത്തുന്ന സമയത്തുള്ള അനുഭവങ്ങളൊന്ന് പറഞ്ഞു. ഞാൻ തന്നെയാണ് മുഖത്തെഴുതി. ആദ്യത്തെ മുഖത്തെഴുത്ത് ഞാൻ തന്നെ എഴുതി. പിന്നെ അത് 2 പ്രാവശ്യം സ്നാപ്പ് എടുക്കേണ്ടത് കൊണ്ട് പിന്നെ വേറെ ആൾ എഴുതി. നേരെ തല തിരിച്ചാണല്ലോ. തിരിച്ചാണല്ലോ. നമ്മളെല്ലാവരും നേരെയാ വരക്കുക, പെയിന്റിംഗുകാരിൽ നേരിൽ വരക്കുക. പക്ഷെ ഞങ്ങൾ തിരിച്ചിട്ടാ വരക്കുക. നമ്മള് ആളെ നിങ്ങൾ തലവിത്ര കിടത്തിയിട്ട് മുകളിൽ താഴോട്ടാ വരക്കുക. ഓരോ കഴിവ് തന്നെയല്ലേ അത്. അതെന്താ വെച്ചാൽ നമ്മളത് കണ്ണ് വരച്ചാൽ മാത്രമേ നമ്മളെ മുഖത്തിന്റെ ഷേപ്പ് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പൊ ഓരോരാൾ മുഖത്തിന് ഓരോ ഷേപ്പ് ഉണ്ടാവും. അപ്പോൾ അതിന് ആ ഷേപ്പാക്കി എടുക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. ഇപ്പം എല്ലാവരും മുഖം ഒരുപോലെ ആയിരിക്കില്ല. അപ്പോൾ എഴുതുമ്പോൾ ചില മുഖത്തിന് ചിലപ്പോൾ ചെരിവുകളും അതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ ഞങ്ങൾ ആ ഒരു എഴുത്തിലേക്കൂടെ അതിനാ കണ്ണ് ആദ്യം വരക്കും. കണ്ണ് വരച്ചാലേ നമുക്ക് അതിൻ്റെ എല്ലാ ഷേപ്പും കിട്ടും. കണ്ണ് വരച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ എങ്ങനെയാണോ ആ ആ തെയ്യത്തിൻ്റെ ഇത് ആ മുഖം വരണ്ട്, അപ്പോൾ ആ ഒരു രൂപത്തിലേക്ക് നമ്മൾ ആക്കിയെടുക്കും. ഇപ്പോൾ ഭഗവതി രൂപമാണെങ്കിൽ ഭഗവതിൻ്റെ കണ്ണ് വിശാലാക്ഷി, കണ്ണ് വിശാലമായിരിക്കുന്ന കണ്ണുകളോട് കൂടി അവൾ. അപ്പോൾ വിശാലമായിരിക്കുന്ന കണ്ണ് പാട്ടിലും നല്ല ഒരു പ്രാവീണ്യം ഉണ്ടായിരിക്കും. അല്ല, അപ്പം നമ്മള് ഭഗവതിന്റെ ഓരോരോ കോലങ്ങൾക്ക് ഓരോരോ എഴുത്തിന് പ്രത്യേകതയുണ്ട്. അപ്പോൾ അത് എഴുതുമ്പം കണ്ണ് ഇപ്പം ചില ആൾക്കാർ കണ്ണ് വളരെ കുറച്ച് ചെറുതായിരിക്കും, ഞങ്ങളത് കുറച്ച് കണ്ണ് വലുപ്പത്തിലാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചപ്പോൾ നമ്മുടെ പിന്നെ അതെന്താ അങ്ങനെ നിങ്ങൾ അതും ഇതായിട്ടൊന്ന് വ്യത്യാസം. നമ്മൾ ഇതാരാണ് വിശാലാക്ഷിയാണ്, വിശാലമായ കണ്ണുകളോട് എല്ലാം കാണാനില്ല കഴിവുള്ളൊരു വ്യക്തിയാണ്, അതാണ് വിശാലാക്ഷി. അതുകൊണ്ടാണ് വിശാലാക്ഷി ഇതിന്റെ പേര് വരാൻ കാരണം. വിശാലമായ കണ്ണുകളോട് കൂടി അവൾ, പക്ഷെ എല്ലാം കാണാനില്ല കഴിവുള്ള. അല്ല, ഈ വിശാലാക്ഷി എന്ന് പറയുമ്പോൾ എല്ലാം വളരെ ഗാഠമായും ആഴത്തിലും കാണാൻ കഴിവുള്ളവൾ എന്നുള്ള ഒരു അർത്ഥം കൂടെ അതിനകത്ത് വരുന്നുണ്ട്. അതാണ് വിശാലം. അതെന്ന് വെച്ചാൽ ചെറിയ സ്ഥലം മാത്രമല്ല, മുമ്പിൽ നേരെയുള്ളതല്ല മാത്രമല്ല, അപ്പൊ വിശാലമായിട്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ വിശാലമായിട്ട് എല്ലാം കാണാനുള്ള കഴിവുള്ളവൾ എന്നുള്ള ഒരു അർത്ഥം കൂടെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതാണ് വിശാലാക്ഷി. അപ്പൊ അങ്ങനെ ആ കണ്ണ് വരച്ചാൽ മാത്രമേ നമുക്ക് അതിന്റെ ആ മുഖത്തിന് ഷേപ്പ് എടുക്കാൻ പറ്റുള്ളൂ. അതിനോടുകൂടി അത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി ചുറ്റി ഇത് കുത്ത് ഒഴുക്കുന്നതെല്ലാം വളരെ സൂക്ഷ്മമായിട്ട് ഞാൻ തന്നെ അത് ആദ്യമായിട്ട് മുഖത്ത് എഴുതി. വളരെ ഇതായിട്ട് തന്നെ അവർ കാര്യം ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ മുഖത്തെഴുത്ത് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ആ കോലധാരിക്ക് തുടക്കത്തിൽ ഒരു ഛർദിയുടെ പ്രവണത, അങ്ങനെ ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ടോ? അങ്ങനെ അത് വെച്ചാൽ നമ്മൾ ഈ കുട്ടികളായിരിക്കുമ്പം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ ചില സമയം ഈ മണയിലേൻ്റെ മണമൊന്നും ചിലർക്ക് പിടിക്കൂല കുട്ടികൾ. അതാണ് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ അതിന്റെ ട്രെയിനിങ്, ആ വേടം കെട്ടിച്ച് ട്രെയിനിങ് കൊടുക്കുന്നത് തന്നെ അത് ട്രെയിനിങ് ആണ് ശരിക്കും. നിങ്ങൾ എന്ത് ടൈപ്പ് ചായമാണ് ഇതിന് ഉപയോഗിക്കുന്നത്? ഇത് മണേല ചായയില്ല. മണേല എന്ന് പറഞ്ഞാൽ ഒരു റോസ് കളറിൽ ഇതാണ് മണേല. 2 തരത്തിലുള്ള മണേലുണ്ട്. ഒരു കല്ല് മണേലുണ്ട്, അത് വെള്ളയാണ്. വെള്ള എന്ന് വെച്ചാൽ നമ്മൾ വെള്ള മണേല എന്ന് പറയുമെങ്കിലും കൂടിയും അത് മഞ്ഞയാണ്. മഞ്ഞ കുത്ത് വരുന്നതെല്ലാം ആ വെള്ള മണേല എന്ന് പറയാ. പൊടിയാണോ? അല്ലല്ല, അത് മുമ്പ് കട്ടയായിട്ടാണ്. ഇപ്പം പൊടി തന്നെ വരുന്നുണ്ട്, പൊടിച്ചിട്ടുണ്ട്. മുമ്പ് കട്ടയായിട്ട് വരുക. ഈ കട്ടനീലം പോലെ, കട്ടനീലം അതൊക്കെ നമ്മൾ ഇതിന്റെ ഈ ചായങ്ങളിൽ ഉപയോഗിക്കുന്നതാണ്. അത് ഈ മഞ്ഞയും
ഈ പിന്നെ നീലിയും കൂടെ കൂട്ടിയാലാണ് പച്ച വരുന്നത്. വേട്ടക്കരുവൻ ഉപയോഗിക്കുന്ന കളർ വരുന്നത് പച്ചയാണ്. ആ പച്ച വരുന്നത് ഈ നീല കട്ട നീലയില്ല, പണ്ടത്തെ കട്ട നീല എന്ന് പറയാം. ആ കട്ട നീലവും മഞ്ഞ ഈ മണയിലയും കൂടെ ചാലിച്ചിട്ടാണ് അത് അരക്കും. നമ്മൾ ശരിക്കും നമ്മൾ മരുന്നരക്കുന്ന അമ്മിയിലിട്ടിട്ട് അരച്ച് അതിനെ നല്ല പാകപ്പെടുത്തും. എന്നിട്ടാകുമ്പോൾ അത് നോക്കുമ്പോൾ പച്ച കളറായിട്ട് വരും. നീലയും മഞ്ഞയും കൂടി ചേർന്ന പച്ചയാവും. പച്ചയാവും. അത് സയൻസിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടെ ഇവിടെ. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ അകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇപ്പം ഒരു പെയിന്റർക്ക് ചിലർ പിന്നെ പാട്ടയിലോ അല്ലെ പ്ലാസ്റ്റിക് ഇതിലോ ആക്കാൻ പറ്റും പെയിന്റ്. പക്ഷെ നമ്മളെ മണയിലെല്ലാം ചിരട്ടയിലാണ്. അതിന് പ്രത്യേകതയുണ്ട്. അതായത് ഈ ചിരട്ട ഈ വെള്ളം വലിച്ചെടുക്കാനുള്ളൊരു കഴിവുണ്ട് ഈ ചിരട്ടക്ക്. അപ്പൊ നമ്മൾ വെള്ളത്തിലാവുന്ന ഇതെല്ലാം താളിക്കുക. ഈ മണയിലെല്ലാം വെള്ളത്തിലാണ് താളിക്കുക. ചായയിൽ മാത്രമേ കയ്യിലെടുക്കൂ. അതായത് ഈ രേഖ വരക്കേണ്ടത് മാത്രം കയ്യിലെടുത്തിട്ട് അതിന്റെ നമ്മളെ ഈ കൈയിന്റെ അതിൽ വെച്ചിട്ടാണ് അതിന്റെ ആ കൂടുതൽ ആവാതിരിക്കാൻ വേണ്ടി നേര് ഈർക്കലിനെ കൊണ്ട് നേർങ്ങനെ ആ രൂപം ആ വര വരണ്ടെങ്കിൽ അത് കയ്യിൽ വെച്ച് അതിനെ മുറുക്കെ പിടിച്ചിട്ട് അങ്ങനെ വലിച്ചാൽ മാത്രമേ അത് കിട്ടൂലൂ. അപ്പൊ ആ ഇതിനെ കൊണ്ട് മാത്രമേ നമ്മൾ നേര് രേഖ വരക്കാൻ പറ്റൂ. അപ്പൊ അത് ഒരു പ്രത്യേകത. അത് വെളിച്ചെണ്ണയിൽ താളിക്കുന്നതാണ്. പിന്നെ ഈ മണയില എല്ലാം വെള്ളത്തിൽ താളിക്കൂല, വെള്ളത്തിൽ താളിക്കും. പിന്നെ ഈ മുഖത്ത് ചില വെള്ളാട്ടങ്ങൾക്ക് തൊണ്ടച്ചൻ്റെ വെള്ളാട്ടം, പിന്നെ ഈ ഗുരുക്കത്തേത്തിൻ്റെ വെള്ളാട്ടം, ബാലിയുടെ വെള്ളാട്ടം, അതിനൊക്കെ ഇത് വെളിച്ചെണ്ണയിലും താളിക്കണം. ഈ റോസ് കളർ മണയില, അതായത് രണ്ട് കടുത്ത മണയിലും പിന്നെ വെള്ളമണയിലും, അങ്ങനെ അതിൻ്റെ പേര്. കടുത്ത മണയില എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റോസ് കളർ പറയും. അത് സാധാരണ വെള്ളത്തിലും താളിക്കണം. വെള്ളത്തിൽ അത് താളിച്ചിട്ടാണ് അതിൻ്റെ അകത്ത് ചായല്യത്തിനെ കൊണ്ട് എഴുതുക. ചായല്യം ചുവപ്പാണ്. ചായല്യത്തിനെ കൊണ്ടാണ് അതിൻ്റെ അകത്ത് രേഖ വരക്കുക. മഷി കൊണ്ട് വരക്കുന്നുമുണ്ട്, ചായല്യത്തിനെ കൊണ്ട് വരക്കുന്നുമുണ്ട്. അപ്പോൾ അത് 2-3 തരത്തിലാണ് എൻ്റെ ഇത്. അത് കയ്യിലേ താളിക്കൂലു. വെളിച്ചെണ്ണയിലാക്കുന്നില്ല, കയ്യിലേ താളിക്കൂല. എന്നുവെച്ചാൽ അതിനെ ഈ പാകപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ പിന്നെ നമുക്ക് എത്രത്തോളം അതിന് വെളിച്ചെണ്ണ വേണം അതൊക്കെ അതിന് പ്രത്യേക കണക്കുണ്ട്. അത് കൂടിപ്പോയാൽ പിന്നെ മുഖത്തിന് വൃത്തിയുണ്ടാവില്ല. വരവേഗാവും, പക്ഷെ വൃത്തി ഉണ്ടാവില്ല. വെളിച്ചെണ്ണ കൂടിയാൽ പിന്നെ ഇത് വെളിച്ചെണ്ണ ഈ മണയിലേക്ക് അങ്ങ് പരക്കുമ്പോൾ അതിൻ്റെ ആ ഒരു വൃത്തി അങ്ങ് പറയും. അപ്പോൾ അത് വളരെ സൂക്ഷ്മമായിട്ട് വേണം അതിനെ ആ വെളിച്ചെണ്ണ പാകപ്പെടുത്തി നമ്മൾ താളിച്ച് ആദ്യം ഒന്ന് ആടിയുടെ ഒന്ന് തൊട്ട് നോക്കിയിട്ട് നമ്മൾ ആ വരക്കൂലത്. അത്രയും സൂക്ഷ്മതയോടെ കൂടെ വരക്കണം. പിന്നെ അതിൽ ശാസ്ത്രീയമായിരിക്കുന്ന കാര്യമില്ലല്ലോ. ഓരോ തെയ്യത്തിനും പ്രത്യേകം ശാസ്ത്രീയമല്ലേ. രൗദ്ര സ്വഭാവത്തിൽ തന്നെ രൗദ്രരൂപത്തിൽ തന്നെ ആ മുഖത്തിനെ എടുക്കണം. അതിന്റെ കണ്ണും അതൊക്കെ രൗദ്ര സ്വഭാവത്തിൽ തന്നെ വരും. സൗമ്യ സ്വരൂപിണിയാന്ന് മുച്ചിലോട്ട് പോയി സൗമ്യ സ്വരൂപിണി ഉണ്ടെങ്കിൽ അതിന്റെ രൂപത്തിൽ തന്നെ ആ കണ്ണിനെ വരക്കണം. അപ്പൊ അങ്ങനെ ഓരോന്നിനും ഓരോരോ പ്രത്യേകത ഉണ്ടല്ലോ. ഇപ്പം ബാലി തെയ്യത്തിന്റെ വെച്ചാൽ കുറ്റിശങ്ക് എന്നതിന് പറയാം. കുറ്റിശങ്ക് അത് കണ്ണ് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരത്തിലാണ്. പിന്നെ 2 തരത്തിൽ എഴുത്തുണ്ട്. ഹനുമാൻ കണ്ണ് എന്നിട്ടൊരു എഴുത്തുണ്ട്. അത് വടക്കോട്ടല്ല അവർ ഹനുമാൻ കണ്ണാണ് ഇടുക. അതൊരു സ്ക്വയർ രൂപത്തിലാക്കി 3 ചുരുളിലെ സാധനമാണ്. അത് ഹനുമാൻ കണ്ണെന്നതിന് പറയാം. ഞങ്ങൾ ബാലിക്കണ്ണെന്നേ പറയില്ല. ഞങ്ങളിത് കുറ്റിശങ്കാണ്, ബാലിക്കണ്ണാന്ന് ഉപയോഗിക്കും. അപ്പോൾ ഓരോന്നിനും ആ പ്രത്യേകതരം എഴുത്തുകൾ അതിൻ്റെതായിരിക്കുന്ന ഇതിനെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങളല്ല. ഇതെല്ലാം നമ്മൾ ചെറുപ്പത്തിലെ കൂടെ പോയി ശീലിക്കുന്നത്. അതിന് പിന്നെ അത് നമ്മൾ ഗുരുനാഥന്മാർ പറഞ്ഞു കൊടുക്കും. ഇന്ന പോലെ ചെയ്യണം. ആദ്യം കണ്ണ് വരക്കണം, അതിന് ശേഷം പിന്നെ ചായല്യം കൊടുക്കണം. ഇപ്പം ചില ചൊട്ട കൊടുക്കേണ്ടടുത്ത് ചില അങ്ങനെയുണ്ട്. പിന്നെ വാലിയുടെ വെള്ളാടത്തിനൊക്കെ ആദ്യം ചായല്യം കൊടുത്തിട്ട് അതിൽ നിന്ന് പിന്നെ മണയില കൊണ്ട് എഴുതി തിരിച്ചിട്ട് വെള്ളമണയില കൊണ്ട് എഴുതി തിരിച്ചിട്ടൊക്കെ അതിന് ചിത്ത് കുത്തുന്നത് അതൊക്കെ അതിനെല്ലാം കൃത്യമായിട്ട് ഇപ്പൊ അതിന്റെ ഗുരുനാഥന്റെ അടുത്ത് പഠിക്കണം. അപ്പൊ ഇവിടെ സുരേഷ് ഗോപി വളരെയധികം സഹകരിക്കും. വളരെ സഹകരിച്ചാൽ നമ്മളെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ നിശബ്ദമായിട്ടും ഇതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ തലയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കും. അപ്പൊ അതിനൊന്നും ഒരു ഇത് മറുപടിയില്ലാണ്ട് എന്നുവെച്ചാൽ വളരെ ഇതായിട്ട് അങ്ങനെ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു വിശ്വാസത്തോടും കൂടെ കൃത്യമായിട്ട് അത് നമ്മൾ പറയുമ്പോൾ അതുപോലെ ചെയ്തു. ഞങ്ങൾക്ക് അതിന് ശരിക്കും പറഞ്ഞാൽ ഒരു 2 മണിക്കൂർ വേണം. കൃത്യമായിട്ട് നല്ല ഫിനിഷിംഗ് ആയിട്ട് വേണ്ടെങ്കിൽ 2 മണിക്കൂർ വളരെ പിന്നെ പെട്ടെന്ന് നമ്മൾ ചില തെയ്യത്തിന് വേഗം ഇറക്കേണ്ട തെയ്യത്തിന് നമ്മൾ പെട്ടെന്ന് എഴുതും. അപ്പോൾ അത് നമ്മൾ കുറച്ച് ജാഗ്രതയിലാക്കും. പിന്നെ ഇത് കുറച്ച് വൃത്തിയിലാവണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കുന്നില്ല. അത് പിന്നെ ഇപ്പം കണ്ടനാറുകളിലെല്ലാം നമുക്ക് വളരെ പിന്നെ തീയിലേക്ക് പായുന്ന തെയ്യാണ്. അപ്പോൾ അതിനെ പരമാവധി നമ്മൾ പിന്നെ വൃത്തിയാക്കും. എന്നാലും അതിലൊരു കുറച്ചൊരു ഇതാക്കിയിട്ട് എഴുതൂല. എന്നുവെച്ചാൽ പെട്ടെന്ന് ആവണ്ടല്ലോ, വേഗം പിന്നെ സമയം തെയ്യത്തിൻ്റെ സമയങ്ങൾ നോക്കും. അപ്പോൾ അങ്ങനെ ചില ഇതുണ്ട്. ഇനി ഒരു പ്രത്യേകത ഉണ്ട്. അതായത് മുച്ചിലോട്ട് ഒതുക്കിയ കുറച്ച് സമയങ്ങളുണ്ടാവും, എഴുതാനും സമയങ്ങളുണ്ടാവും. ചിലപ്പോൾ ഇളങ്കോലം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അനുഭവത്തിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ കരിമ്പത്ത് കുണ്ടത്തുംകാവ് എന്നൊരു ക്ഷേത്രമുണ്ട്. അവിടെ ഞാൻ ഇളങ്കോലം കിട്ടുന്ന സമയത്ത് ഇപ്പോൾ ഇളങ്കോലത്തിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ അസ്തമിക്കുന്ന വെച്ചാൽ ദാരികവധം നടന്ന സമയമാണ്. രാവുമല്ല പകലുമല്ല, ആ ഒരു ടൈമിലാണ് ഈ ഇളങ്കോലം കീയ.
അതായത് ഈ പടിഞ്ഞാറ് ചോക്കുന്ന സമയമുണ്ട്. ത്രിസന്ധ്യ എന്ന് പറയുന്ന ത്രിസന്ധ്യന്റെ അതായത് പടിഞ്ഞാറ് ഭാഗത്ത് ആ ചുവപ്പ് കളർ വരുന്ന ആ ഒരു ടൈമിലാണ് ഈ ഇളങ്കോലം കീയ. അപ്പോൾ ഒരു പ്രാവശ്യം കാവൽ വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഈ തോറ്റം ചെല്ലുന്നവരുണ്ട്. അവരിപ്പം മാക്കത്തിന്റെ മാതിരി തോറ്റം ചെല്ലുന്നത് വേറെ ആൾക്കാരാണ്, ഇളങ്കോലക്കാരൻ വേറെ തന്നെയാണ്. അയാൾക്ക് പിന്നെ തോറ്റം ചെല്ലൊന്നും വേണ്ട, ഒരു കുടിയിലെ വാങ്ങുകയോ വേണം. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് 6:45 അസ്തമിയാണ്. 6:45. അപ്പോൾ 6:20 കൊടിയില വാങ്ങുന്നത്. എന്നോട് പറഞ്ഞു എത്ര 20 മിനിറ്റാണ്. 6:45 ഇളങ്കോലം തിരിഞ്ഞിട്ടില്ലെങ്കിൽ നിന്റെ വീട്ടിൽ പോയിട്ട് കെട്ടിയാൽ മതി പറഞ്ഞു കമ്മിറ്റിക്കാർ. ഒറ്റ കൊടിയില വാങ്ങി വരുമ്പോന്ന് പറയുന്നത് 60 വന്നിട്ട് ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ വന്നിട്ട് പറയുന്നു 6:20 6:45 ഇളങ്കോലം വന്നില്ല എന്റെ വീട്ടിൽ പോയി കെട്ടിയാൽ മതി. ഒന്നും മുണ്ടിയില്ല, നമുക്കിന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ, കൊടിയില വാങ്ങി വരുന്നല്ലേ. പക്ഷേ 6:40 ഇളങ്കോലം വിറ്റത്ത്. അവർ അതിശപ്പെട്ടു. അവർ പറഞ്ഞു നിങ്ങൾ എന്താ പഴത്തിന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതല്ല എൻ്റെ ആ ഒരു ആത്മവിശ്വാസം. പിന്നെ ഞാൻ ചെയ്തിട്ട് കാര്യമില്ല. ഇത് 6:45 കഴിഞ്ഞു പോയെങ്കിൽ പിന്നെ ഞാൻ ഇളങ്കോലം കഴിച്ചിട്ട് കാര്യമില്ല. എൻ്റെ അത്രയും എനിക്കൊരു ചിന്ത ഉണ്ടാവില്ലേ. അവർ 6:45 അസ്തമിക്കും. വിശ്വാസം കൂടെ നമുക്കത് അസ്തമിക്കും 6:45. അപ്പോൾ ആ സമയത്തിന് നമ്മളത് ആക്കിയിരിക്കണം. പക്ഷേ 10 മിനിറ്റ് മുഖത്തെഴുതാനും 10 മിനിറ്റ് കെട്ടാനും. 6:40 ഇളങ്കോലം മുഖത്തെഴുതിയ എൻ്റെ പിന്നെ ഒരു സുഹൃത്ത് ഈ കണ്ടനാറുകളിൽ മേക്കെഴുതി ഓൻ തന്നെ എൻ്റെ മുഖത്തെഴുതുന്നത്. പന്നിയൂരിലെ സുരപ്പെരുണ്ണ എന്ന് പറഞ്ഞ ആളാണ്. സുരപ്പെരുണ്ണാനാണ് ഓനാണ് എൻ്റെ മുഖത്തെഴുതുന്നത്. അന്ന് കണ്ടനാറുകളിലെ മുഖത്തെഴുതുന്ന ഓനാണ്. ഓനെ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ആ മേക്കെഴുതുന്നത് കാണുന്നത് എന്നെ കാണുന്നില്ല എന്നേ ഉള്ളൂ. മുഖത്തെഴുതുന്നത് എന്നെ കാണുന്നില്ല, പക്ഷെ മേത്ത് എഴുതുന്ന ഓന വളരെ വ്യക്തമായിട്ട് കാണും. ഓൻ കുറേ കണ്ടനാറുകളെ കഴിച്ചോല്ല, ഒരുപാട് കണ്ടനാറുകൾ കെട്ടിയ വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ഓനാണ് മേക്കെഴുതുന്നത്. അപ്പോൾ ഓനാണ് അന്ന് എഴുതിയിന്. എഴുതലും വെച്ചിട്ടില്ലെന്നല്ല. അതിലെൻ്റെ ഒരു മൂത്തപ്പൻ്റെ മോൻ ബാലിയിൽ തോറ്റത്തിൽ ഇപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ എല്ലാ തോറ്റത്തിലും, ബാലിയിൽ മാത്രമല്ല ഇപ്പോൾ എല്ലാ തരം പുതിയ ഇതിൻ്റെ ആയാലും മുച്ചോട്ട് ഇതിൻ്റെ ആയാലും എല്ലാ തോറ്റത്തിലും എൻ്റെ കൂടെ വന്നിട്ട് നമ്മളെ സ്റ്റൈല് കൃത്യമായിട്ട് ഓൻ എൻ്റെ ജോഡി പോലെയാണ്. ഞങ്ങൾ രണ്ടാളും അങ്ങനെയാണ് ചെല്ലുക. അപ്പം അതുപോലെ ഞങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യുന്ന അങ്ങനെ ചില എഴുത്തൊക്കെ ഉണ്ട് നമുക്ക്. അത് ആ ഒരു സന്ദർഭം നോക്കിയിട്ട് അതിനെ വൃത്തി നോക്കൂല നമ്മൾ. അതിന് വൃത്തി, പക്ഷെ അത് സങ്കല്പത്തിന് എല്ലാം ഉണ്ടാവും. പക്ഷെ ആ ഒരു വൃത്തി ഒരു എന്താ പറയുക സമയമെടുത്ത് ചെയ്യുന്നതിന്റെ ഒരു വൃത്തി കിട്ടില്ല എന്ന് മാത്രം. പക്ഷെ കാര്യങ്ങളെല്ലാം ഉണ്ടാവും, നിയമങ്ങൾ അതിന്റെ എല്ലാ ഇതിലും ഉണ്ടാവും. പക്ഷെ എല്ലാം കുറച്ച് വേഗതയിലായിരിക്കും മാത്രമേ കുറച്ചൊരു വ്യത്യാസക്കുറവുണ്ടാവും. അപ്പോൾ ഇവിടെ ഇപ്പം ഈ സിനിമയിൽ അങ്ങനെ സുരേഷ് ഗോപി എന്ന നടന്റെ ഒരു ഗുരുനാഥൻ കൂടെ ആയി മാറി. എന്നെ ഗുരുനാഥൻ തന്നെ വിളിക്കില്ല. ശരി, അങ്ങനെ. അപ്പോൾ കണ്ണൂർ വന്നപ്പോൾ നമ്മളെ പോയപ്പോൾ ഗുരുനാഥൻ, ഞാൻ ആ മറ്റേ മൂപ്പറെ ബർത്ത്ഡേക്ക് പോയിരുന്നു. അപ്പോൾ നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയിരുന്നു. അപ്പം ഞാൻ കണ്ടപാട് നമ്മളെ ഒരു ആചാരം അതാണ്, നമ്മളെപ്പം പഠിച്ച പഠിപ്പാണ്, അത് നമുക്ക് മറക്കാൻ കഴിയില്ല. നമ്മളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളൊരു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാലും അങ്ങനെയുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മളുടനെ പോയിട്ട് വന്ന് കാല് വാങ്ങിയിട്ട് മുഖ്യമന്ത്രി കാണാൻ പോയപ്പോൾ മറ്റേ നരേന്ദ്രമോദിനെ കാണാൻ അന്ന് മറ്റേ ഇത് വാങ്ങുമ്പോൾ അന്നും നരേന്ദ്രമോദിൻ്റെ കാല് ഒന്ന് തൊടാൻ വേണ്ടി പോയി. അപ്പോൾ അയാൾ എൻ്റെ കാല് തൊടാൻ വേണ്ടി വന്നു. അപ്പോൾ അത്രയും അവരെ ഒരു ഇതാണ്. അതുപോലെ ഇപ്പം പിണറായി നമ്മളെ മുഖ്യമന്ത്രിൻ്റെ കാല് പിടിക്കാൻ പോയി. അപ്പോൾ അത് നമ്മളൊരു ആചാരമാണ്. അപ്പോൾ ഞാൻ അന്ന് കാല് പിടിക്കാൻ പോയി, എൻ്റെ കാലല്ല പിടിക്കുന്നത്, ഞാൻ ഗുരുനാഥൻ്റെ കാലാണ് പിടിക്കേണ്ടതിട്ട് എൻ്റെ കാല് തൊട്ട് വന്നിച്ചു. നമ്മൾ ആ ഗിഫ്റ്റും കൊടുത്ത് അവിടുന്ന് ഭക്ഷണവും കഴിച്ചിട്ടാണ് ഞങ്ങൾ വന്നു മറ്റേ ഇതിന് പോയപ്പോൾ ബർത്ത്ഡേക്ക് പോയത്. അപ്പോൾ അങ്ങനെ കണ്ണൂർ വന്ന് ആ പുസ്തക പ്രകാശനത്തിൽ വന്നപ്പോൾ മൂപ്പര് പിന്നെ ഓഡിയൻസിൻ്റെ മുമ്പിൽ വെച്ചിട്ട് എൻ്റെ കാല് പിടിച്ചു. അതുപോലെ അതിൻ്റെ അഭിമാനമല്ല, പക്ഷെ ഞാൻ അന്ന് ചെയ്തു കൊടുത്ത അതിൻ്റെ ഒരു ഗുരുനില അയാളിൽ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾക്ക് അതിൻ്റെ ആ ഗുണങ്ങൾ ഈശ്വരൻ കൊടുക്കുന്നുണ്ട്. ഇപ്പം എനിക്കിപ്പം പത്മശ്രീ കിട്ടിയ പോലെ തന്നെ അപ്പോൾ അയാൾക്ക് അതിൻ്റെ അയക്കുന്ന ഗുണങ്ങളെല്ലാം കൃത്യമായിട്ട്
ഇതിൽ കിട്ടുകയും ചെയ്തു. ഗുരുത്വം അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ ഇപ്പോഴും വളരെ നല്ലൊരു സൗഹൃദത്തിൽ അങ്ങനെ സൗഹൃദം തന്നെ. നമ്മൾ സൗഹൃദം തന്നെ. എന്നാൽ എന്തെങ്കിലും വിളിച്ചാൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിലപ്പോൾ കൊറോണ സമയത്ത് നമ്മളെ കുറച്ച് ആൾക്കാർക്ക് ഇത് സാമ്പത്തിക സഹായം ചെയ്തു തന്നു. അതൊക്കെ അയാളെ ഒരു മനസ്ഥിതി തന്നെയല്ല. നമുക്ക് അതിലൊന്നും ഒന്നും പറയാൻ കഴിയില്ല. നമ്മൾ പറയേണ്ട താമസം 24 മണിക്കൂറിനുള്ളിൽ എനിക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു. അപ്പം അങ്ങനെ ഒരു ബന്ധം നമ്മൾ തമ്മിലുണ്ട്. പിന്നെ അധികം നമ്മളെ കൂടുതൽ പറ്റും നമ്മളവർ ഇത് കളയാൻ പാടില്ല. അത് നമ്മൾ ഇപ്പം അയാളിപ്പോൾ MP ആണ്, അപ്പോൾ അതിൻ്റെ ഒരു മന്ത്രിയാണ്. അപ്പോൾ ആ ഒരു നിലപാടിലേക്കൂടെ ഞാൻ ഇപ്പം അയാളെ സമീപിക്കുന്നു. ഇപ്പോൾ കണ്ണൂർ ഇപ്പം MP ആയിട്ട് ആദ്യമായിട്ട് വന്നപ്പോൾ എന്നെ വിളിപ്പിച്ചു. ഞാൻ പോയി വളരെ ഇതായിട്ട് ഞാൻ എൻ്റെ വക ഒരു പൊന്നാടിയിൽ അണിയിപ്പിച്ചു. അവർക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അതൊക്കെ അയാൾ നമ്മളിൽ കാണുന്നൊരു പ്രത്യേകതയുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ആ ദേശീയ അവാർഡ് കിട്ടിയത് പെരുവണ്ണാൻ്റെ ഒരു പരിശ്രമവും അയാളെ ഒരു വിശ്വാസവും അല്ലെങ്കിൽ നമ്മളൊരു ഭക്തിയും നമ്മളൊരു അനുഗ്രഹവും കൂടെ അതിലുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടാണ്.